يا من يرى عمرا تكسوه بردته والزيت أدم له والكوخ مأواه يهتز كسرى على كرسيه فرطا من خوفه وملوك الروم تخشاه يا من يرى عمرا تكسوه بردته والزيت أدم له والكوخ مأواه ഹബീബ് മദീനയിൽ കടന്നു വരുന്നു. നബി തങ്ങളെ സ്വീകരിക്കാൻ ആദ്യത്തെ വീട് നബി തങ്ങൾ കയറിയിരുന്നത് അംറു ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കയിലേക്കുള്ള മക്ക വഴിയിലുള്ള വീടാണത്. മദീനയിൽ നിന്ന് മക്ക വഴിയിൽ പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന വീടാണ് അംറു ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിലാണ് നബിതങ്ങൾ ആദ്യമായി നബിതങ്ങൾ വിശ്രമിക്കാനിരിക്കുന്നത്. അപ്പോഴും മദീനയിലെത്തിയില്ല. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്കാണ് നബിതങ്ങൾ എന്ന് പാർക്കാൻ പോകുന്നത്. പക്ഷേ ആദ്യത്തെ സ്വീകരണം നൽകിയത് അംറു ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. നബിതങ്ങൾ അൻസാരികളെ ലക്ഷ്യമാക്കി നീങ്ങുകയായി അവിടെ നിന്ന്. അന്ന് മദീനയിലെ ഗ്രാമങ്ങളെല്ലാം വ്യത്യസ്ത ഇടങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഓരോ ഗ്രാമത്തിനരികിലൂടെ പോകുമ്പോഴും ആ ഗ്രാമവാസികളെല്ലാം പറയുന്നു, നബിയേ, അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങണം, ഞങ്ങളുടെ നാട്ടിൽ വിശ്രമിക്കണം, ഞങ്ങളുടെ വീട്ടിൽ വരണം നബിയേ. നബിതങ്ങളെ ഏത് വീട്ടുകാരും ഹബീബിനെ ക്ഷണിക്കുമ്പോൾ നബിതങ്ങൾ ഒട്ടകത്തെ ചൂണ്ടിയിട്ട് പറയും, ദഊഹാ ഫഇന്നഹാ മഅ്മൂറ, ഈ ഒട്ടകത്തെ വിട്ടേക്കുക, ഇത് അല്ലാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒട്ടകമാണ്, അതെവിടെയാണോ മുട്ടുകുത്തുന്നത് ഞാൻ എവിടെയായിരിക്കും താമസിക്കുക എന്ന് നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബമുണ്ടവിടെ. ബനു നജ്ജാർ ഗോത്രക്കാർ മദീനയിലാണ്. ബനു നജ്ജാർ ഗോത്രക്കാരുടെ വീട്ടിലെങ്ങാനും ഇറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നബിതങ്ങൾ പോകുന്നത്. ബനു നജ്ജാറുകൾ അൻസാരികളുടെ ഏറ്റവും തറവാടുള്ള കുടുംബമാണത്. അവരിലുണ്ട് ബനു അബ്ദുൽ അഷ്ഹൽ, അവരിലുണ്ട് ബനു ഹാരിസ, അവരിലുണ്ട് ബനു സായിദ. ഇവരെല്ലാം അൻസാരികളുടെ വീട്ടുകാരാണ്. എന്നാൽ നബിതങ്ങൾക്ക് എത്തേണ്ടത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ, ഹബീബിന്റെ ഉമ്മയുടെ കൂട്ടുകാർ, നബിതങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കൾ ബനു നജ്ജാറുകൾ. ബനു നജ്ജാറുകളുടെ വീടിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ നബിതങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഹബീബ് നോക്കുന്നത് എന്റെ ഒട്ടകം മുട്ടുകുത്തുന്നുണ്ടോ, എന്റെ ഒട്ടകം ദഊഹാ ഫഇന്നഹാ മഅ്മൂറ, നബിയുടെ വാഹനം അത് അല്ലാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വാഹനമാണ്. അത് നബിതങ്ങളല്ല തീരുമാനിക്കുന്നത്. ആ ഒട്ടകം എവിടെ നിൽക്കണം, എവിടെ ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ആകാശ ലോകത്തുനിന്ന് വരുന്ന വിവരമാണ്. അതിനനുസരിച്ചേ ഈ ഒട്ടകം നടക്കൂ എന്ന് നബിതങ്ങൾ പറയാറുണ്ട്. ആ ഒട്ടകം ബനു നജ്ജാറുകൾ നബിതങ്ങൾ ആഗ്രഹിച്ച കുടുംബത്തിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ആ പെൺകുട്ടികളെല്ലാം നബിയെ കാത്തിരിക്കുകയാണ്. നഹ്നു ജവാരിൻ മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി, ഞങ്ങൾ ബനു നജ്ജാറിലെ കുട്ടികളാണ്. മുഹമ്മദ് നബിയെ അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ആശയത്തിൽ അവരിങ്ങനെ പാട്ടുപാടുന്നു. നഹ്നു ജവാരിൻ മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്താൻ പോവുകയാണ്. ആദ്യമായി മുട്ടുകുത്തുന്നത് മഹാനായ സ്വഹാബി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകം മുട്ടുകുത്താൻ പോകുമ്പോ യാ റസൂലല്ലാഹി ഹയ്യ അലസ്സലാ ഹയ്യ ഹലാ വസഹല ഇൻസിൽ യാ റസൂലല്ലാഹ്, നബിയേ ഇറങ്ങുക, നബിയേ ഇറങ്ങുക, അങ്ങേക്ക് സ്വാഗതമെന്ന് ഓതി മഹാനായ നബി തങ്ങളുടെ കൈപിടിച്ച് മദീനയുടെ അകത്ത് കയറിയപ്പോൾ ആദ്യമായി ഹബീബിനെ മുസാഫഹത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അതിഥികളെ സൽക്കരിക്കുന്ന ആളുകൾ, അതൊരു സൗഭാഗ്യമാണ്. അതിഥികളെ സൽക്കരിക്കാൻ ഭാഗ്യമുണ്ടാകുന്നവർ,
അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. നിങ്ങൾക്കൊരു അതിഥി വന്നാൽ അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥികളെ ബഹുമാനിക്കണം എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാനിന്റെ അടയാളമാണ്. മദീനക്കാർ എങ്ങനെയാണ്? ചില നാട്ടുകാർ, പള്ളിയിലെ ഉസ്താദുമാർ, അല്ലെങ്കിൽ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊള്ളാം എന്ന് സ്നേഹത്തോടെ ചെയ്യുന്നവരുണ്ട്. അത് അൻസ്വാരികളുടെ പാരമ്പര്യമാണ്. ദീനിനോട് സ്നേഹം, അഹ്ലുബൈത്തിനോട് സ്നേഹം, ഉലമാഇനോട് സ്നേഹം, ഇത് ഈമാനിന്റെ അടയാളമാണ്, അൻസ്വാരികളുടെ പാരമ്പര്യമാണ്. മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് താഴെ ഫ്ലോറുണ്ട്, ഫസ്റ്റ് ഫ്ലോറുമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമുള്ള വീടാണത്. മഹാനായ സ്വഹാബി പറഞ്ഞു, നബിയേ, അങ്ങ് മീതെ താമസിക്കണം, അങ്ങ് മേലെ താമസിക്കണം, ഞങ്ങൾ താഴെ നിന്നുകൊള്ളാം. നബി തങ്ങൾ പറഞ്ഞു, അബൂ അയ്യൂബേ, വേണ്ട, ഞാൻ താഴെയാവാം. കാരണം വഅസ്കുനു അന ഫീ സുഫലിൽ ബൈത്ത്. അതാണ് എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് എന്നെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും എളുപ്പം താഴെയാകുമ്പോഴാണല്ലോ. നിങ്ങളും ഭാര്യയും നിങ്ങൾ മേലെ കിടന്നോളൂ, ഞാൻ താഴെ കിടക്കാമെന്ന് വിനയത്തോടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടുകാരോട് മര്യാദയോടുകൂടെ നബി തങ്ങൾ അപേക്ഷിച്ചു, ഞാൻ താഴെ കിടന്നുകൊള്ളാം. അവര് മീതയാണ്. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരി അയ്യൂബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അബൂ അയ്യൂബ് തങ്ങളും താമസിക്കുന്നത് മേൽത്തട്ടിൽ, നബി തങ്ങൾ താഴെയാണ്. ആ രാത്രിയിൽ അവർ ഉറങ്ങിയില്ല എന്നാണ് ചരിത്രം. എങ്ങനെയാണ് താഴെ കിടക്കുന്ന ഹബീബിന്റെ മീതെ കാല് ചവിട്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് നബിയുടെ മീതെ ഞങ്ങൾ കിടക്കുന്നത്? കിടന്നുറങ്ങിയില്ല. ആ ഇടക്കാണ് ഒരു ജഗ്ഗിലെ വെള്ളം താഴെ വീഴുന്നത്. ഇന്നത്തെ കോൺക്രീറ്റ് ഫ്ലോറുകളെല്ലാം നമ്മൾ ഓർക്കണം. വെള്ളം ഒന്ന് ഒഴുകിയപ്പോഴേക്കും മഹാനായ അബൂ അയ്യൂബ് എന്നവർക്ക് പേടിച്ചുപോയി. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്കെങ്ങാനും ഈ വെള്ളം ഊർന്നിറങ്ങി താഴേക്ക് എത്തുമോ എന്ന പേടിയിൽ തന്റെ വസ്ത്രം, തന്റെ കുപ്പായം, തന്റെ ഖമീസ് അഴിച്ചു വെച്ച് ആ വെള്ളം ഒപ്പിയെടുക്കുകയായിരുന്നു മഹദിയായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹും തന്റെ ഭാര്യയായ ഉമ്മു അയ്യൂബ് രണ്ടുപേരും അവരുടെ വസ്ത്രം ഉപയോഗിച്ച് വെള്ളം ഒപ്പിയെടുക്കുകയാണ്. ആ വെള്ളത്തിന്റെ നനവ് താഴെ കിടക്കുന്ന ഹബീബിന്റെ ദേഹത്തേക്ക് ഉറ്റാൻ പാടുള്ളതല്ല. ആ സ്നേഹം പിറ്റേന്ന് അവർ നബിയോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് സാധ്യമല്ല നബിയേ, അങ്ങ് മേലെ കിടക്കണം, ഞങ്ങൾക്ക് മേലെ കിടന്നുറങ്ങാൻ കഴിയില്ല, അങ്ങ് താഴെ ഉണ്ടാകുമ്പോ. തങ്ങൾ പറഞ്ഞു, സാരമില്ല അബൂ അയ്യൂബേ, ഞാനിവിടെ നിന്നുകൊള്ളാം എന്ന് പറയുന്നു. വീണ്ടും അതുപോലെ വെള്ളം ജഗ് മറിഞ്ഞു പോകുന്നു. ആ വെള്ളം ഒപ്പിയെടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്താകുമോ എന്ന് പേടിയാവുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടെ, അനക്കമില്ലാതെ, ശബ്ദമില്ലാതെ ലോകത്തിന്റെ നായകൻ, ലോകത്തിന്റെ ഗുരു, റഹ്മത്തായി വന്ന പുണ്യപ്രവാചകർ താഴത്തെ റൂമിൽ കിടക്കുകയാണ്. നബിയോടുള്ള സ്നേഹം മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം കാണിച്ചത് അത്യത്ഭുതകരമാണ്. അവർ നബി തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ വീട്ടുകാർ കഴിക്കാതെ നേരെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അല്ലാഹുവിന്റെ റസൂല് കഴിച്ച് ബാക്കി കൊണ്ടുവന്നാൽ അത് മാത്രമാണ് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും നബി തങ്ങൾ തൊട്ടതിന്റെ അതേ സ്ഥാനത്ത് മത്സരിച്ച് രണ്ടുപേരും നബി തങ്ങൾ കടിച്ചതിന്റെ ബാക്കി, നബി തങ്ങൾ കുടിച്ചതിന്റെ ബാക്കി, നബി തങ്ങൾ കൈവച്ചതിന്റെ ബാക്കി, അങ്ങനെ സ്നേഹത്തോടെ ഹബീബിന്റെ ഭക്ഷണത്തിന്റെ പാതിയിൽ കൈവച്ച് സ്നേഹത്തോടെ കഴിക്കുകയും അല്ലാഹുവിന്റെ റസൂലിനെ അത്രക്കുമേൽ സ്നേഹിച്ചു കൊണ്ടുപോവുകയും ചെയ്ത ഒരു വീട്ടുകാർ. മദീനക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നും അങ്ങനെയാണ്. റമളാനിലൊക്കെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ, മദീനത്തെ പള്ളിയിൽ റമളാനിൽ ഉംറക്ക് പോയ ആളുകൾക്ക് അറിയുമായിരിക്കാം. അല്ലെങ്കിൽ സാധാരണ സുന്നത്ത് നോമ്പെടുക്കാറുള്ള തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ മദീന പള്ളിയിൽ നോമ്പ് തുറക്കാൻ നേരമാകുമ്പോ കൊച്ചുമക്കൾ സുപ്രവിരിക്കുന്നത് കാണാം. അവര് കാരക്ക വെക്കും, ചെറിയ അപ്പമോ വെള്ളമോ വെക്കും അവിടെ, അല്ലെങ്കിൽ കുടിക്കാനുള്ള ഖഹ്വ അത് കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് കൂടെ ഇരിക്കുന്ന ആളുകളോട് ഇവിടെ വന്നിരിക്കും, ഞങ്ങളോട് കൂടെ നോമ്പ് തുറക്കണം, ഇവിടെ വന്നിരിക്കണമെന്ന് ക്ഷണിക്കും. ഇന്നും അൻസ്വാരികളുടെ ആ ആതിഥ്യ മര്യാദ കാണിക്കുന്ന മക്കളെ മദീനത്തെ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അത് മദീനയുടെ ഗന്ധമാണ്, അത് മദീനയുടെ സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ മദീനയുടെ മണ്ണിന്റെ ഗുണമാണത്. അൻസാരികൾ അത് ഇന്നും കാണിക്കുന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ നബിതങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ, നബിതങ്ങൾക്ക് വീടിൽ സൗകര്യപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ ഇറാഖിലേക്ക് ബസ്രയിലേക്ക് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ സ്നേഹിച്ച പോലെ സ്വീകരിച്ച പോലെ അബൂ അയ്യൂബുൽ അൻസാരിയെ സ്വീകരിച്ചൊരു രംഗമുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടുകാരൻ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു അന്ന് ഇറാഖിലെ ബസ്രയിലേക്ക് വന്നപ്പോ ബസ്രയിലെ ഭരണാധികാരിയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു വല്ലാഹി ലഉക്രിമന്നക കമാ അക്റംത റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ബഹുമാനിച്ച പോലെ നിങ്ങളെ ഞാൻ ഇന്ന് ബഹുമാനിക്കും. അതുകൊണ്ട് വല്ലാഹി ലഉസ്കിനന്നകൽ ഇല്ലിയ്യ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ എന്റെ വീടിന്റെ മേൽത്തട്ടിലാണ് നിങ്ങൾ ഉറങ്ങേണ്ടത്, ഞാൻ താഴെ തട്ടിലായിരിക്കുമെന്ന് നബിതങ്ങളുടെ ബന്ധുവും തങ്ങളുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു താഴെ കിടക്കുകയും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലേക്ക് വന്ന ആ മഹാനെ ബസ്രയിൽ വെച്ച് തന്റെ വീടിന്റെ മേൽത്തട്ടിൽ താമസിപ്പിച്ച് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ. നബിയോട് കാണിച്ച സ്നേഹമാണത്. ലാ നഅകുലു ഹത്താ യഅകുല റസൂലുള്ളാഹ്, നിബിതങ്ങൾ കഴിക്കുന്നവരെ ഞങ്ങൾ കഴിക്കൂല എന്ന്. നിബിതങ്ങളുടെ ഭക്ഷണം തങ്ങൾ കഴിച്ചിട്ട് മതി ഞങ്ങൾക്ക്. അവസാനം അവർ പറഞ്ഞു, നബിയേ താഴെ കിടക്കാൻ ഞങ്ങളുണ്ട് നബിയെ, അങ്ങ് മേലെ തന്നെ കയറണം, ഞങ്ങൾക്ക് മീതയും അങ്ങേക്ക് താഴെയും കിടക്കാൻ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ, അങ്ങയോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ദിവസങ്ങളായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. അന്നേരമാണ് നബി തങ്ങൾ മേലെ തട്ടിലേക്ക് കയറുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ആളുകൾ